ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ആസ് യൂഷ്വൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും കൂടെ ഷുഗർ കൂടി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല മല്ലയ്യ. അപ്പോൾ ഞങ്ങൾ വീടിനടുത്തുള്ള ലാബിലേക്ക് തന്നെ പോകണേ, കാരണം ലാബ് മാറ്റി പിടിച്ചിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിലായി. വേറെ എങ്ങോട്ട് പോകാമെന്ന് അച്ഛനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നു പാവം. പിന്നെ വീട്ടിലെത്തിയ പാടും ഇതാ ഈ സ്റ്റിക്കർ കണ്ടില്ലെങ്കിൽ തുമ്പി വീട്ടിൽ കയറ്റില്ല, കാരണം ഇതാണ് ഓക്കുള്ള തെളിവ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയത് തന്നെയാണ് എന്നുള്ളതിൻ്റെ. അല്ലൂട്ട സ്കൂളിൽ പോയോണ്ട് ചെക്കിങ്ങിന് ഓൻ്റെ കുറവുണ്ട് കേട്ടോ. ഹെയ്സുമ്മയുണ്ട്, ഹെയ്സു അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചിയും അനിയത്തിയും കൂടെ കളിക്കുകയാണ്. പക്ഷേ ആ തുമ്പമ്മയ്ക്കൊന്നും അംഗൻവാടി പോകാനുണ്ട്. രാവിലെ പല്ലുവിൻ്റെ അടുത്തുള്ള യുദ്ധത്തിനേക്കാൾ കൂടുതൽ യുദ്ധം നടത്തുന്നത് തുമ്പീനോടാണ്. കാരണം ഫുഡ് കഴിക്കാൻ നമുക്ക് കുറേ ടൈം എടുക്കും, പക്ഷേ നമുക്ക് പോകാനുള്ള സമയം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം ആദ്യമൊക്കെ നേരത്തെ എണീക്കായിരുന്നു, പക്ഷേ ഇപ്പം ഭയങ്കര മടിച്ചാണ് കേട്ടോ. എനിക്കൊരു പണി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാമെന്ന് പറഞ്ഞ അവസ്ഥയാണ് തുമ്പിയുടേത്. അതുവരെ നേരത്തെ എണീക്കാനും കുളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുട്ടിയായിരുന്നു. അംഗനവാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ തൊട്ടോളെ പിന്നാലെ നടക്കണം കേട്ടോ. അപ്പോൾ അവളെ റെഡിയാക്കുന്ന സമയത്തുള്ള ഓളെ കലാപരിപാടികളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുമ്മമ്മയുടെ ഡ്രസ്സ് എവിടുന്നാണ്. വെസ്റ്റിഡോ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് കേട്ടോ അത് ചെയ്തിരുന്നൊരു മം ഡോട്ടർ കോംബോ ആയിരുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അംഗൻവാടി പോട്ടെ എന്ന് കുട്ടിക്ക് ഒപ്പന കളിക്കാനുള്ളതാണ്, ഇന്ന് എക്സാം ഉണ്ട്. ഭയങ്കരമായ ഡയലോഗൊക്കെയാണ് കേട്ടോ തുമ്മീൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. ഒന്ന് പോസ് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചതിന് വിധം എക്സ്പ്രഷൻസ് വേറെ വിതറായിരുന്നു കേട്ടോ ലെവൽ. സാധാരണ കുട്ടികൾ കരയും പോലെ കരയണ്ട, എന്നാലും പോകുന്ന നേരം അമ്മയെ പോട്ടെ എന്നൊരു വാക്ക് പറയണ്ടേ. ഒന്നുമില്ല കേട്ടോ, കയറി അങ്ങോട്ട് പോയി. പിന്നെ ഞാനിങ്ങ് പോന്നു, മീനും വാങ്ങി വീട്ടിലെത്തി. പിന്നെ ചക്കക്കുരുവും മുരിങ്ങേൻ്റെ ഇലയാണ് കറി. അപ്പോൾ ചക്കക്കുരു ഇതാ കല്യാണം നന്നാക്കുന്നുണ്ട്, മുരിങ്ങേൻ്റെ ഇല ഞാൻ ഇവിടെ ഇരുന്ന് നന്നാക്കുന്നുണ്ട്. അമ്മ അച്ഛനും ഒരു കല്യാണത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇത് ആക്ച്വലി ഹെയ്സൂൻ്റെ ഒരു ഉണ്ണിയുറക്കത്തിൻ്റെ സമയമാണ്. ഇപ്പോഴാണ് ഞങ്ങളുടെ അടുക്കളയിലെ വിറകൽ. ചില സമയം ഇപ്പോൾ ഞാനിങ്ങനെ അട്ടം നോക്കി തല കറങ്ങി കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, വലിയ തലകറക്കം എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാനും കൂടി. അങ്ങനെ ഞങ്ങൾ ഇതാ കറക്കിയുള്ള പരിപാടിയൊക്കെ ആക്കുമ്പോഴത്തേക്ക് അമ്മ റെഡി ആയിട്ട് പോയി. അമ്മേനെ പിടിച്ച് വെച്ചൊരു വാച്ച് കെട്ടിച്ചിട്ടുണ്ട്, അത് അമ്മ കാണിച്ചില്ല, അപ്പുറത്തേക്ക് ഒളിപ്പിച്ച് വെച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു രണ്ടാളും പോയി വരട്ടെ, ഞങ്ങൾ ബാക്കി പരിപാടിയിലേക്ക് നോക്കട്ടെ. ഇപ്പോൾ ഈ പോണത് എവിടേക്കാണെന്നറിയോ? PPBS. അടുത്ത ഷുഗർ നോക്കണ്ടേ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോണത്, വീട്ടിലാരുമില്ലല്ലോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയിണ്ടായിരുന്നത്. വേഗം പോയി ദൈവമേ ഷുഗർ കുറയണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് പോകുന്നത്. ഷുഗറിനുള്ള ബ്ലഡും കൊടുത്തതിന് ഒരു വാട്സപ്പിൽ റിസൾട്ട് അയക്കുകയാണ് ചെയ്യുക. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. ഇപ്പോൾ ഈ തലകറക്കം തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കേട്ടോ. അങ്ങനെ വന്ന പാടും നേരെ ഉപ്പിട്ട് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ മുഖത്തുള്ള എക്സ്പ്രഷൻ കേട്ടോ. ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചതാണ്. എല്ലോട്ടൻ ഉച്ചയാകുമ്പോൾ വരുമല്ലോ, വന്ന പാട് ഇതാ ബൈക്കും കൊണ്ട് വന്നിട്ട് അമ്മയെ ചാർജിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൻ്റെ വകി ഓരോ പണികൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ ചാർജിലിട്ടെടുത്തപ്പാണ് മൂപ്പർക്കൊരു സമാധാനമായത്. പിന്നെ അതാ ഞാനും ഇളയമയും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് മീൻ നന്നാക്കുകയാണ് കേട്ടോ. മാന്തയാണ്, മറ്റേറ്റാ മീനൊന്നും നന്നാക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്, പക്ഷേ മാന്ത നന്നാക്കാൻ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനും കൂടെ കൂടിയിട്ടാ. അങ്ങനെ കുറച്ചധികം മാന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം എടുത്തിട്ട് നമുക്ക് വറക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല മസാലയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കല്യാണം കുളിക്കാൻ കയറിയപ്പോൾ ഹെയ്സുൻ്റെ അടുത്തായിട്ടോ. പിന്നെ ഞങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ പോലെ ഞാൻ വേഗം ഓളയും കൊണ്ട് പോയി കിടന്നു, കാരണം അധികം ഞാൻ എടുത്ത് നടക്കാറില്ല. അപ്പോൾ അല്ലൂട്ടൻ ഇതാ ഹൾക്കിനെയും കണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ അവനെയും കണ്ട് അപ്പുറത്ത് വരുന്നു. ഷുഗറിൻ്റെ റിസൾട്ട് എന്താണെന്നല്ലേ അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ.